ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഒരു നോമ്പുതറ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പുതറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നൂൽപുട്ടെന്നൊക്കെ പറയുന്നില്ല, ആ സംഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കണം, പിന്നെ ജ്യൂസ് അടിക്കണം, പിന്നെന്താ ചായ ഇടണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. മാവ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു. ഉണ്ടാകുമ്പോൾ നമ്മൾ മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. രണ്ടും കൂടെ രണ്ടിടത്തിരുന്ന് റെഡി ആവട്ടെ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടണം. ഇനി മാവിനകത്ത് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് മാവിനകത്തല്ല, സോറി, വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിടണം. ഇനി അത് നല്ല വെട്ടി തിളച്ചിട്ട് നമുക്ക് മാവ് എടുക്കുക. മുട്ടയുടെ പുഴുങ്ങുന്ന. ഇനി നമുക്ക് സവാളയൊക്കെ അരിയുണ്ടായോ. മുട്ടക്കറിക്കുള്ള സവാള അരിഞ്ഞ് വെക്കാം. മുട്ട വേകാൻ വേണ്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് കഴിക്കാൻ വേണ്ടി വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലപോലെ തിളയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ചേർത്താൽ മതി. ഇങ്ങനെ മുട്ടക്കറി, ഇടിയപ്പം, ഇടിയപ്പത്തിനുള്ള മാവിട്ട്. എനിക്ക് അരിപ്പത്തിരി എന്ന് വരുന്നത്. പത്തിരി ഉണ്ടാക്കും. മതിയാവുമല്ലോ. പത്തിരിക്ക് ഇനിയും കുറേ സമയം എടുക്കും. മതിയാവുമായിരിക്കും അല്ലേ? നോക്കാം, മതി. ഉണ്ടാക്കി നോക്കാം. തുടങ്ങിയില്ല കുറച്ചുകൂടെ. നല്ല ചൂടുവെള്ളം ഒഴിക്കണം. നല്ല തിളച്ചായിരുന്നു കേട്ടോ വെള്ളം. ഉപ്പും വെള്ളം കൂടെ നമ്മൾ ഇട്ടതാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്. അരിപ്പത്തിരിക്കാണെങ്കിൽ നമ്മളിത് ഈ മാവ് ആ വെള്ളത്തിനകത്തോട്ടാണ് ഇടുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടേ. ഇതിപ്പോൾ ഇടിയപ്പത്തിന് നമുക്ക് തിരിച്ചിങ്ങോട്ട് എടുത്താലും മതി. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. കൈ മാറ്റി വെക്കണേ, വെള്ളം ചൂടാ. വെള്ളം വേണ്ടി വരും. മുട്ട വേകാറാണെന്ന് തോന്നുന്നില്ല. പൂച്ചമ്മ കരയുന്നു. പൂച്ചമ്മ എവിടുന്നോ ഒരു പൂച്ച വന്നിട്ടുണ്ട്. ഇന്നലെ വന്ന് കയറിയതാ. പരിചയം ഉള്ളതുപോലെ ഇങ്ങ് വന്ന് കയറുന്നില്ലേ? എന്തുവാടി? ആരാ ഇവിടെ കാണി പോകുന്നു? മുട്ടക്കറി വെക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു, പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് പെരിഞ്ചീരകം ഇടും കേട്ടോ ഞാൻ തുടക്കത്തിൽ. തീ കുറച്ചിട്ട് ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിൽക്കും. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നു. കുറച്ച് സവാള മാറ്റി വെക്കാം. നമുക്ക് വേറെ ഒരാവശ്യത്തിന് വേണം. ഇത്ര മതിയാവും.
വേറൊരു സംഭവം കൂടെ ഉണ്ടാക്കണമല്ലോ. ഇച്ചിരി ഉപ്പ് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി. വഴണ്ട് വന്നാലേ ഇനി ബാക്കി പരിപാടികളൊക്കെ നടക്കൂ. ഇനി അടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടിയിട്ട് നല്ല വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്താൽ മതി. നല്ല ചൂട്. കട്ടല്ലേ നല്ല. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഒരു ഇച്ചിരി വെളിച്ചെണ്ണ തടവും. അപ്പോൾ നമ്മൾ തേങ്ങ വെക്കണം. തന്നെ തേങ്ങ വെക്കണോ ഇച്ചിരി തേങ്ങ വെച്ചാൽ മതിയോ? കുറച്ച് ഇച്ചിരി കൂടെ. അപ്പോൾ ദേ നമ്മൾ ഇടിയപ്പം വീച്ചിക്കൊണ്ടിരിക്കുക. മാവൊക്കെ നല്ലപോലെ കുഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. നോക്കാം. നല്ലപോലെ വെള്ളം ഇങ്ങനെ വെട്ടി തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ മാവ് കുഴച്ചാലാണ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇതിനകത്തിച്ചിട്ട് ഇതാക്കി വെക്കാം. മതി. ഇനി നമുക്ക് തക്കാളി ഇടാനുള്ള സമയമായേ. തക്കാളി ഇട്ടാലോ? തക്കാളി, ടൊമാറ്റോ, ഇച്ചിരി കൂടെ നീന്നെ ഇത് എഴുതിക്കട്ടെ. ഈ കുറഞ്ഞ കിടന്നാലും കുഴപ്പമില്ല. ഇനി മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ അരച്ചെടുക്കണ്ടായ അതൊക്കെ അരയ്ക്കാം. മുട്ടക്കറിക്ക് ഇച്ചിരി അരയ്ക്കാൻ വേണ്ടി തേങ്ങയും ഇച്ചിരി പെരിഞ്ചീരകവും കൂടി ഇട്ടേ ചെറുതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് പെരിഞ്ചീരകവും മതിയാവും. ഇച്ചിരി മഞ്ഞൾപ്പൊടി മതിയാവും. നമുക്കിതിന് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഓരോ തട്ടിയിടിയപ്പം നമുക്ക് വെച്ചാൽ ഇടിയപ്പം സെറ്റ്. കടപ്പെടുക്കട്ടെ. ഇടിയപ്പം അവിടെ നിന്ന് വേകട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. മുട്ടക്കറിയുടെ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുക. അതുകൂടെ നമുക്ക് അരച്ചൊഴിക്കാം. തീ കുറച്ചിടാം. തേങ്ങാപ്പാലല്ല നമ്മൾ ഒഴിച്ചത്, തേങ്ങ അരച്ചൊഴിക്കുമല്ലായിരുന്നു. തേങ്ങാപ്പാൽ വേണ്ട. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുക അല്ലേ? ഒരു ശബ്ദത്തിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ടുള്ളൂ. തിളച്ച് വരണം. ഇതൊന്ന് നല്ല തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചാണ് ഒഴിച്ചത്. ഇനി നമുക്കിത് തിളച്ച് വരുമ്പോൾ മുട്ടയും കൂടെ പുഴുങ്ങി വെച്ച് ചേർത്താൽ മതി. നാടൻ മുട്ടയായതുകൊണ്ട് ഇളകി വരാൻ ഒരു ഇച്ചിരി പാടുണ്ടായിരിക്കും. കാരണം ഇതാ നമ്മുടെ മല്ലിയില കേട്ടോ. മറ്റേ മല്ലിയിലയല്ല, ഇതിന് അമേരിക്കൻ മല്ലിയില എന്നൊക്കെ ഇവിടെ പറയുന്നത്. ഇത് നേരത്തെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ പോയി കുറച്ച് 1-2 മൂടെന്തോ അവിടെ നിൽപ്പുണ്ട്.
അപ്പോൾ ഇതിട്ടുണ്ടല്ലോ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇതായല്ല മിക്ക വീടുകളിലും ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ അമേരിക്കൻ മല്ലിയില എന്നൊക്കെ പറയും. നല്ല മണമായി സംഭവത്തിന്. ഇങ്ങോട്ട് കാണിച്ചേ. മതി. മുട്ടക്കറി റെഡിയായി. ഇടിയപ്പം ഇപ്പോൾ വേവും. എന്തുവാണ് വെന്ത് ഇനി എടുക്കാം. തണ്ണിമത്തൻ ഇന്ന് കട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ജ്യൂസും ഒന്നും ആക്കുന്നില്ലേ. ജ്യൂസിന് ഇന്ന് എന്തുവാ ഷാർജ ആണോ അടിക്കുന്നത്? ഷാർജ ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് പൊരിപ്പ് സാധനം നമ്മളിന്ന് പുറത്തുനിന്നാണ് മേടിച്ച കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ തന്നെ ചക്കപ്പഴമാട്ടോ, നമ്മുടെ വീട്ടിലെ പ്ലാവിലുണ്ടായ ചക്കപ്പഴമാണ്. അപ്പോൾ അതേ നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് ചക്കപ്പഴവും കഴിക്കാൻ പറ്റി. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ട നമ്മുടെ പള്ളിയിലെ കഞ്ഞി, ഒരു 3-4 വർഷമായിട്ട് മിസ് ചെയ്തൊരു സംഭവം കേട്ടോ പള്ളിയിലെ കഞ്ഞി. പിന്നെ താണ്ടേ നമ്മുടെ ഷാർജ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തണ്ണിമത്തൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച്, പിന്നെ ഈന്തപ്പഴമുണ്ട്, പഴമുണ്ട്, പിന്നെ അതേ നമ്മുടെ പൊരിപ്പിൻ്റെ കൂടെ കിട്ടിയ ചട്നി, പിന്നെ ലൈം ജ്യൂസ് ഉണ്ട്, പിന്നെ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറയുടെ നല്ല ഇടിയപ്പം ഉണ്ട്, പിന്നെ താണ്ട് മുട്ടക്കറി, നമ്മൾ ഇന്ന് തേങ്ങ അരച്ച മുട്ടക്കറിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ചിക്കൻ കറി ഒന്ന് റെഡിയാക്കാനുണ്ടോ, നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.